கண்ணாமூச்சி ஏனடா கண்ணாமூச்சி ஏனடா என் கண்ணா கண்ணாமூச்சி ஏனடா என் கண்ணா நான் கண்ணாடி பொருள் போலடா கண்ணாமூச்சி ஏனடா என் கண்ணா நான் கண்ணாடி பொருள் போலடா அந்த நதியின் கரை நான் கேட்டேன் அந்த காற்றை நிறுத்தியும் கேட்டேன் அந்த நதியின் கரை நான் கேட்டேன் அந்த காற்றை நிறுத்தியும் கேட்டேன் வான்வெளியே கேட்டேன் விடையே இல்லை வான்வெளியே கேட்டேன் விடையே இல்லை உன்னை கண்டேன் இருதய பூவில் கண்டேன் இறுதியில் உன்னை கண்டேன் இருதய பூவில் கண்டேன் கண்ணாமூச்சி ஏனடா என் கண்ணா நான் கண்ணாடி பொருள் போலடா என் மனம் உனக்கொரு விளையாட்டு பொம்மையா என் மனம் உனக்கொரு விளையாட்டு பொம்மையா எனக்கென உணர்ச்சிகள் தனியாக இல்லையா நெஞ்சின் அலையுறங்காது உன் இதழ் கொண்டு வாய் மூடவா என் கண்ணா உன் இதழ் கொண்டு வாய் மூடவா என் கண்ணா உன் இமை கொண்டு விழி மூடவா உன்னுடல்தான் என்னுடையல்லவா பார்க்கடலில் ஆடிய பின்னும் உன் வண்ணம் மாறவில்லை இன்னும் பார்க்கடலில் ஆடிய பின்னும் உன் வண்ணம் மாறவில்லை இன்னும் என் நெஞ்சில் கூடி நிறம் மாறவா என் உயிரில் நீ சேர்க உதடுகள் ஈரமாய் வாழ்க கலந்திடவா கண்ணாமூச்சி ஏனடா என் கண்ணா நான் கண்ணாடி பொருள் போலடா வான்மழை விழும்போது மலை கொண்ட காத்தா வான்மழை விழும்போது மலை கொண்ட காத்தா கண்மழை விழும்போது இதில் என்னை காப்பான் பூவின் கண்ணீர் ரசிப்பான் நான் என்ன பெண்ணில்லையா என் கண்ணா அதை நீ காண கண்ணில்லையா உன் கனவுகளில் நான் இல்லையா தினமூசலாடுதென் மனசு அட ஊமை அல்ல என் கொலுசு என் உள் மூச்சிலே உயிர் நீங்குதே என் உயிர் துடிக்காமலே காப்பது உன் தீண்டலே உயிர் தரவா கண்ணாமூச்சி ஏனடா என் கண்ணா நான் கண்ணாடி பொருள்
സൂപ്പർ ആയിരുന്നു, നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. നമുക്ക് എന്തായാലും കൂടുതൽ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഓക്കെ ഹരിചേട്ടാ. ദിയ, എന്താ സാർ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സാർ. നല്ല സോങ് സെലക്ഷൻ. റഹ്മാൻ സാറിന്റെ എല്ലാ പാട്ടുകളും അടിപൊളിയാണ്. എന്നാലും ദിസ് ആൽബം ഇസ് എൻ എപ്പിക് ആൽബം. കണ്ടുകൊണ്ടേൻ എല്ലാ പാട്ടുകളും എല്ലാം അതിഗംഭീര പാട്ടുകൾ. അതുപോലൊരു സോങ് ആണ് നമ്മുടെ ചിത്രമായി പാടിയ ഈ പാട്ട്, കണ്ണാമൂച്ചി ഏനട. സോ ഇതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. സോ താങ്ക് യു ഫോർ ചൂസിങ് ദിസ് സോങ്. താങ്ക് യു സാർ. വെരി നൈസ് പെർഫോം. എനിക്ക് തോന്നിയത് ഇടയ്ക്കൊന്ന് ടെൻഷൻ കൊണ്ടാണോ തൊണ്ട ഡ്രൈ ആയി അല്ലേ? ഓക്കെ. പക്ഷെ നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അതായത് ഈ ഒരു വിഴുങ്ങൽ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അങ്ങോട്ട് ആ ഒരു സ്റ്റാൻസ് അടിപൊളിയായിട്ട് പാടി. അതുവരെ ഇങ്ങനെ ഒരു ടെൻഷൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പം മോളുടെ കൺട്രോളായിരുന്നു. പിന്നെ ഫുൾ പാട്ട്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. മോള് നന്നായിട്ട് പഠിച്ച് ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് പാടി. ആൻഡ് ഇതൊരു ഭയങ്കര പ്രയാസം ഇതിന്റെ ഓർക്കസ്ട്ര പ്ലേ ചെയ്യാന്ന് പറയുന്നത്. ആ ഗിറ്റാറൊക്കെ, അത് സിത്താറാണ് അതിന്റെ ലൈക്ക് അതിന്റെ റിയൽ ഇൻസ്ട്രുമെന്റ് വരുന്നത്. അത് ഗിറ്റാറിൽ അസാധ്യമായിട്ട് സോളോ വയലിൻ ഒന്നും പറയാനില്ല. എനിവേസ് എനിക്കിഷ്ടമായി മോളെ, നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. ദിയ കുട്ടി എന്താ സാർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എവർഗ്രീൻ ആൽബം എത്ര കേട്ട് കഴിഞ്ഞാലും ഇന്ന് ഇറങ്ങിയ ആൽബം പോലെ ഇരിക്കും. അതാണ് ഇതുപോലത്തെ ആൽബംസിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത. ഒരിക്കലും ഡൈ ഔട്ട് ആവാത്ത ഒരു ആൽബമാണ് ഇതൊക്കെ. പിന്നെ ഈ പാട്ട്, അയ്യോ, ചിത്ര ചേച്ചി പാടി വെച്ചിരിക്കുന്നത് ഫ്രഷ് എന്ന് പറഞ്ഞ ഇങ്ങനെ പവിഴം പോലത്തെ ഒരു മുത്ത്. എന്തൊരു പാട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഇങ്ങനെ മോൾ ഇന്ന പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഹാപ്പി. അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊരു സുഖം. അല്ല, അത് മനസ്സിൽ നിന്ന് വരുന്ന കേട്ടോ. അത് ഇതേപോലെയായിരുന്നു പറഞ്ഞത്. ഭയങ്കര സന്തോഷം മോളെ ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിന്. നമ്മൾ നന്നായിട്ട് പാടി. ഒരുപാട് ഭാഗങ്ങള് ഗുഡ്, ഒരുപാട് ഭാഗങ്ങള് വെരി ഗുഡ് കേട്ടോ. പിന്നെ ഇതെന്താണ് ഈ ടെൻഷൻ? ഇനി ടെൻഷൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അത് പറഞ്ഞില്ലേ? പിന്നെ മോളെ ബ്രെത്ത് എടുക്കുമ്പം മൈക്ക് ഒന്ന് മാറ്റണം കേട്ടോ. കാരണം അത് ഈ വരികളുടെ ഇടയിലൊക്കെ ഈ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ്. കാരണം കുറേ ലൈൻസൊക്കെ ഇങ്ങനെ സസ്റ്റെയിൻസും ഒക്കെ ഉണ്ട്. ഭയങ്കര അപാര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ്. അപ്പം ബ്രെത്ത് എടുക്കാൻ നേരത്ത് ഒന്ന് മൈക്കൊന്ന് മാറ്റുക കേട്ടോ. അതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എവറി പെർഫോമൻസ് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴും മൈക്കിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ബ്രെത്ത് എടുക്കുമ്പോൾ ഒന്ന് മാറ്റാം. ഓക്കെ, അത്രേ ഉള്ളൂ. നന്നായിട്ട് പാടി മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എന്തെങ്കിലും പറഞ്ഞു താ. പറഞ്ഞു കൊടുക്കുന്നു. എന്താ മോളെ ചക്കര പാട്ട്, എന്താ പറയാ. സത്യം. ഫസ്റ്റ് ചേച്ചിയുടെ കണ്ണാമൂച്ചി ഏനാട അന്ന് പാടുമ്പോ തന്നെ റഹ്മാൻ സാർ ചിത്ര ചേച്ചിയുടെ കോമ്പിനേഷനിൽ കുറച്ച് പാട്ടുകൾ ഇതേപോലെ വന്നിട്ടുണ്ട്. കണ്ണാളനെ, കണ്ണാമൂച്ചി, അഞ്ജലി, മലർകൾ മലർകളെ. അതൊക്കെ റഹ്മാൻ സാറിന്റെ ഇനി എത്ര പുതിയ പാട്ടുകൾ വന്നാലും ഈ പാട്ടുകളുടെ ഒരു നീണ്ട ലിസ്റ്റോ, അത് കഴിഞ്ഞിട്ട് ഇനി എത്ര പുതിയ പാട്ടുകൾ വന്നാലും സ്ഥാനമുള്ളൂ. മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പ്രായത്തിൽ എടുക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. എന്നാലും സമ്മതിച്ചിരിക്കുന്നു, ഇത് ഇത്രയും ഭംഗിയായിട്ട് പാടിയല്ലോ. പിന്നെ 2-3 വിഴുങ്ങൽ. സ്ഥലം എവിടെ? വിഴിഞ്ഞത്താണോ? അത് കൊള്ളാന്ന് അതൊരു കൈയടി. വിഴിഞ്ഞത്താണോ വീട്? അതുകൊണ്ടാണോ വിഴുങ്ങണേ? അല്ല, നീ സത്യത്തിൽ പറ, വീട് എവിടെയാ? കണ്ണൂര്, മട്ടന്നൂർ. ഒരു ബന്ധമില്ല. അത് വേറെ ഇത് വേറെ. ചക്കര നന്നായി പാടി. ഇനിയുണ്ടല്ലോ ശകലം പോലും ടെൻഷൻ നമുക്ക് വേണ്ട. നന്നായിട്ട് വെള്ളം കുടിക്കുക.
നമ്മുടെ തുപ്പലല്ല വെള്ളമാക്കി മാറ്റേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം സ്റ്റുഡിയോയിൽ കിട്ടും കേട്ടോ. തുപ്പിൽ വെള്ളമാക്കാൻ നമ്മൾ മരുഭൂമിയിലല്ല താമസിക്കുന്നത് കേട്ടാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മത്സരമാണല്ലോ എന്നൊക്കെ ഉള്ളവർക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഇഷ്ടംപോലെ വെള്ളം കുടിച്ച് ഇനി സമാധാനമായിട്ട് പാടാൻ നല്ല കഴിവ് ദൈവം തന്നിട്ടുണ്ട്, നല്ല ശബ്ദം തന്നിട്ടുണ്ട്, നല്ല സംഗതികൾ പാടാനും എല്ലാ ആവശ്യത്തിന് തന്നിട്ടുണ്ട്. ഇനി അത് ഉപയോഗിച്ചാൽ മതി. വെള്ളം മാത്രം മേടിച്ച് കുടിക്കുക കേട്ടാ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു റിമി ചേച്ചി. ദിയ ഓ മാർക്സ് ചോദിക്കാം. ഓക്കെ. ഓക്കെ ഹരിച്ചേട്ടാ. സോ ദിയ 8.5. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8.5. താങ്ക് യു. ചേച്ചി 8.5. താങ്ക് യു ചേച്ചി. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓ ഞങ്ങളൊന്ന് വിഴുങ്ങിയെങ്കിലും കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഞങ്ങൾക്ക് കിട്ടി അല്ലേ. അപ്പൊ അടുത്ത റൗണ്ട് നമുക്ക് പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.